നമസ്കാരം. അങ്ങനെ കണ്ഠരര് ബ്രഹ്മദത്തൻ ശബരിമലയുടെ പുതിയ തന്ത്രിയാകും. കാരണം എല്ലാവർക്കും അറിയാം, അദ്ദേഹത്തിൻ്റെ അച്ഛൻ കണ്ഠരര് രാജീവര് സ്വർണ്ണക്കൊള്ള കേസിൽ ജയിലിലായി, പിന്നീട് ജാമ്യത്തിലിറങ്ങി. ആ കേസ് ഇപ്പോഴും നടക്കുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഒരു കത്ത് ദേവസ്വം ബോർഡിന് കൊടുത്തു. തനിക്ക് ശാരീരികമായ അസ്വസ്ഥതകൾ ഉള്ളതിനാൽ തൻ്റെ മകൻ ബ്രഹ്മദത്തനെ പുതിയ തന്ത്രിയാക്കണം. ഒരിക്കലും ഒരു കളവ് പറയാൻ പാടില്ലാത്ത വ്യക്തിയാണ് ഒരു പുരോഹിതൻ. ആ പുരോഹിതനേക്കാൾ മുകളിൽ നിൽക്കുന്ന ഒരു സ്ഥാനമാണ് തന്ത്രിയുടേത്. അതായത് സത്യം ശിവം സുന്ദരം. അവിടെ ആ ഒരു മാനദണ്ഡം തന്നെ തെറ്റിച്ചിരിക്കുന്നു. എല്ലാവർക്കും അറിയാം, പരസ്യമായ രീതിയിൽ എല്ലാവർക്കും ബോധ്യമാകുന്ന രീതിയിൽ തന്നെ തന്ത്രിയുടെ കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് അവാസ്തവമാണ് എന്ന് നമുക്കറിയാം. അതിൻ്റെ കാരണം അദ്ദേഹം ഈ കേസിൽപ്പെട്ടതാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് സാങ്കേതികമായി നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ അദ്ദേഹത്തിന് പരിശോധനയിൽ രക്തസമ്മർദ്ദമോ അല്ലെങ്കിൽ ഈ ഡയബറ്റീസിൻ്റെയോ പ്രമേഹത്തിൻ്റെയോ ഒക്കെ രോഗങ്ങളുണ്ടായിരുന്നിരിക്കാം. സാങ്കേതികമായി എത്ര സാങ്കേതികത്വം പറഞ്ഞു കഴിഞ്ഞാലും അദ്ദേഹം പിന്മാറി നിൽക്കാനുള്ള കാരണം എന്താണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ്. അപ്പോൾ അവിടെ ഈ ബ്രഹ്മദത്തൻ യോഗ്യനാണ് എന്നാണ് ഈ സമിതി കണ്ടെത്തിയിരിക്കുന്നത്. അവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. ഒരർത്ഥത്തിൽ ഇന്ന് ഇന്ത്യയിൽ ഒരു യോഗ്യതകളുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഇത്രയും മെച്ചപ്പെട്ട യോഗ്യതകളുള്ള, ഔദ്യോഗികമായ അല്ലെങ്കിൽ സാങ്കേതികമായ യോഗ്യതകളുള്ള ഒരു ദേവസ്വം പ്രസിഡന്റിനെ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്. അദ്ദേഹം മികച്ച രീതിയിൽ സിവിൽ സർവീസ് പാസ്സായി. കേരള കേഡറിൽ തന്നെ അദ്ദേഹത്തിന് സെലക്ഷൻ കിട്ടി. അദ്ദേഹം വഹിക്കാത്ത പദവികളില്ല. ഒടുവിൽ ചീഫ് സെക്രട്ടറി ആയിട്ട് അദ്ദേഹം റിട്ടയർ ചെയ്തു. അതിന് മുൻപ് അദ്ദേഹം ഒരു യൂണിവേഴ്സിറ്റിയിലെ രജിസ്ട്രാറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. റിട്ടയർ ചെയ്തതിനു ശേഷം തുഞ്ചത്തെഴുത്തച്ഛൻ്റെ പേരിൽ സ്ഥാപിതമായിട്ടുള്ള മലയാളം സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലറായി. പിന്നീട് അദ്ദേഹം IMGയുടെ ഡയറക്ടറായി. അതായത് ഉദ്യോഗസ്ഥരെയൊക്കെ ട്രെയിൻ ചെയ്യുന്ന സ്ഥാപനമാണ്. അപ്പം ഇത്രയും കൂടുതൽ ഇതിൽ വലിയ ഒരു സ്ഥാനങ്ങളൊന്നും തന്നെ കേരളത്തിലൊരു ഔദ്യോഗിക തലത്തിലോ അതല്ലെങ്കിൽ ഒരു ചില സ്ഥാപനത്തിൻ്റെ മേധാവിത്വ തലത്തിലോ വഹിക്കാനില്ല എന്ന് തന്നെ പറയാം, രാഷ്ട്രീയ പദവികൾക്ക് പുറമെ. അത്തരത്തിൽ അതുമാത്രമല്ല, അദ്ദേഹം കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു സാംസ്കാരിക നായകനും കവിയും ഗാനരചയിതാവുമാണ്. സർവോപരി അദ്ദേഹം ടാഗോറിൻ്റെ ഗീതാഞ്ജലി പരിഭാഷപ്പെടുത്തിയിട്ടുമുണ്ട്. ടാഗോറിൻ്റെ ഗീതാഞ്ജലി എന്ന് പറയുന്നത് ഭാരതീയ സംസ്കൃതിയുടെ സത്തയെ അതിമനോഹരമായി സാധാരണ ജനങ്ങളിലേക്കും അതേപോലെ ജ്ഞാന തൃഷ്ണയുള്ള വ്യക്തികൾക്കും ആസ്വദിക്കാൻ പാകത്തിൽ ഗാനം കൊണ്ടുള്ള അഞ്ജലി ആയിട്ട് തന്നിട്ടുള്ള ഒരു വളരെ മനോഹരമായ ഗ്രന്ഥമാണ് ഗീതാഞ്ജലി എന്ന് പറയുന്നത്. ആ ഗീതാഞ്ജലി അദ്ദേഹം പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, അദ്ദേഹത്തിന് ഗീതാഞ്ജലി മലയാളത്തിലേക്ക് അത് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും എന്താണ് ഗീതാഞ്ജലി എന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല. കാരണം ഗീതാഞ്ജലിയിലൂടെ അവസാനം ഏറ്റവും വലിയ ഭീതിയെ നമ്മൾ മറികടന്ന് നമ്മളുടെ വ്യക്തിയുടെ ആത്മാവ് പ്രപഞ്ചത്തിൻ്റെ ആത്മാവുമായിട്ട് ഒന്നിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്കാണ് ഈ ഗീതാഞ്ജലി നമ്മളെ കൊണ്ടുപോകുന്നത്. പക്ഷേ കെ ജയകുമാറിൻ്റെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായതിനു ശേഷവും അതിനു മുൻപും ഉള്ള ഓരോ തീരുമാനങ്ങളും, ഇപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു തീരുമാനങ്ങളിലൊക്കെ നമ്മൾ പലതും നോക്കുന്നത്. വിശേഷം ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായതിനു ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ഓരോ തീരുമാനങ്ങളിലും കാണുന്നത് പേടിയാണ്. എന്താണോ ഗീതാഞ്ജലി മറികടക്കാനായി ഉദ്ദേശിച്ചിട്ടുള്ളത്, പക്ഷെ അതിലേക്ക് കൂപ്പുകുത്തുന്ന ഒരു കാഴ്ചയാണ് ജയകുമാറിലൂടെ നമ്മൾ കാണുന്നത്. അതിലേറ്റവും സാംസ്കാരിക രഹിതമായി ചെയ്ത ഒരു പരിപാടി എന്ന് പറയുന്നത് അദ്ദേഹം മലയാളികളോട് സത്യസന്ധത പുലർത്തിയില്ല എന്നുള്ളതാണ്.
അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് എടുത്ത ഒരു തീരുമാനം ശബരിമലയെ സംബന്ധിച്ചുള്ളതാണ്. ശബരിമലയെ സംബന്ധിക്കുന്ന സമയത്ത് ആ ശബരിമലയെ മറ്റ് ക്ഷേത്രങ്ങളെ പോലെയല്ല കരുതേണ്ടത്. കാരണം ശബരിമലയെ പോലൊരു ക്ഷേത്രം ഭൂമിയിൽ മറ്റൊന്നില്ല എന്നുള്ളതാണ്. കാരണം ഗീതാഞ്ജലി എന്താണോ പറയുന്നത്, ഗീതാഞ്ജലി എന്ന കൃതിയുടെ ആത്മാവ് എന്താണോ, ആ ആത്മാവിൻ്റെ ആവിഷ്കാരമാണ് ശബരിമല. അവിടെ ഭക്തനും അതേപോലെ തന്നെ ദേവതയും തമ്മിൽ വ്യത്യാസം ഉണ്ടാവുന്നില്ല. അവിടെ ക്ഷേത്രവും വ്യക്തിയും തമ്മിൽ വ്യത്യാസം ഉണ്ടാവുന്നില്ല. യഥാർത്ഥത്തിൽ ക്ഷേത്രം എന്ന സങ്കേതത്തെ ഉപയോഗിച്ചുകൊണ്ട് ക്ഷേത്ര സങ്കല്പത്തെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു സങ്കേതമാണ് ശബരിമല. അതുകൊണ്ടാണ് ശബരിമല ക്ഷേത്രം എന്ന് പറയുന്ന പ്രയോഗം പോലും ശബരിമല ക്ഷേത്രത്തിനോട് ചേർന്ന് ഉപയോഗിക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ടാണ് ശബരിമല സന്നിധാനം എന്ന് പറയുന്നത്. സന്നിധാനം എന്ന് പറഞ്ഞാൽ സാന്നിധ്യമാണ്, പ്രസൻസാണ്. ആ പ്രസൻസ് എന്താണ്? പ്രപഞ്ചത്തിൻ്റെ ആധാരമായി പ്രവർത്തിക്കുന്ന ആ ഒരു ശക്തി എന്താണ്? ആ ശക്തി തന്നെയാണ് അവിടെ എത്തുന്ന ഓരോ അയ്യപ്പനും. അതുകൊണ്ടാണ് ഈ അയ്യപ്പ ദർശനത്തിന് മാലയിടുന്ന ആ നിമിഷം മുതൽ ആ വ്യക്തി സ്വാമിയായി മാറുകയാണ്. ശബരിമല അയ്യപ്പനും ആ ശബരിമലയ്ക്ക് പോകാനായിട്ട് വ്രതമെടുക്കുന്ന വ്യക്തിയും തമ്മിൽ വ്യത്യാസമില്ലാതെയായി മാറുന്നു. അവിടെ മനുഷ്യനും ദേവതയും ഒന്നായി മാറുന്നു. അവിടെ വ്യക്തിയുടെ ആത്മാവും പ്രപഞ്ചത്തിൻ്റെ ആത്മാവും ഒന്നായി മാറുന്ന ഒരവസ്ഥയാണ്. അപ്പം ഇതാണ് ഗീതാഞ്ജലിയുടെയും ആത്മാവെന്ന് പറയുന്നത്. അപ്പം അവിടെ അതാണ് സത്യം, സത്തതാണ്, പ്രപഞ്ചത്തിൻ്റെ സത്തതാണ്. ആ സത്തിൽ നിന്നാണല്ലോ സത്യം വരുന്നത്. സത്യം രണ്ടില്ല. ആ സത്യത്തിൻ്റെ ബോധ്യത്തിലാണ് മനുഷ്യൻ്റെ ഭീതി അകന്നു നീക്കുക. ഒരു വ്യക്തിയുടെ മേന്മ നമ്മൾ തിരിച്ചറിയുന്നത് ആ വ്യക്തിയിൽ എത്രമാത്രം ഭീതിയുടെ അളവുണ്ട് എന്നുള്ളതിനനുസരിച്ചിട്ടാണ്. ഭീതിയുള്ള വ്യക്തി എപ്പോഴും തൻ്റെ തടി നോക്കിയിട്ടായിരിക്കും തീരുമാനങ്ങൾ എടുക്കുക. അത് ഏത് തീരുമാനമെടുക്കുമ്പോഴും അത് അറിയാതെ തന്നെ ആ വ്യക്തിയിൽ പ്രവർത്തിച്ചു പോകും. മറിച്ച് ഇരിക്കുന്ന സ്ഥാനം ഏത്, ആ സ്ഥാനത്തിന് യോജ്യമായ തീരുമാനം എന്താണ് എടുക്കേണ്ടത് എന്ന് നിശ്ചയിച്ച് അതനുസരിച്ച് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അത് തന്നെ എങ്ങനെ ബാധിക്കും എന്നുള്ള ചിന്ത അലട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ അവിടെ കൃത്യമായ തീരുമാനം വരികയുള്ളൂ. ഭാരതീയ ദർശനത്തിൻ്റെ ആത്മാവിനെ പേറുന്ന, അല്ലെങ്കിൽ എന്താണത് ലോകത്തോട് മുന്നോട്ട് വയ്ക്കുന്ന, ലോകത്തിനോട് പറയുന്നത് എന്താണ്, പരിമിതിയില്ലാതെ പറയുന്നത് എന്താണ് എന്ന ആ ഒരു സത്യം, ഇത് സത്യമാണ്, സത്യത്തിൻ്റെ സാന്നിധ്യമാണ് ശബരിമലയിലുള്ളത്. അതുകൊണ്ട് പൂർണ്ണമായിട്ടും ആ സത്യത്തോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള തീരുമാനമാണ് താൻ എടുക്കേണ്ടതെന്ന ബോധ്യം ഈ വിദ്യാസമ്പന്നനായ, പരിചയസമ്പന്നനായ, കവി കൂടിയായ, ഗീതാഞ്ജലിയുടെ പരിഭാഷകനായ ജയകുമാർ എടുത്തിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും എന്താണ് തന്ത്രം, ആ തന്ത്രവിദ്യ അറിയാവുന്ന ഒരു വ്യക്തിയെ ജാതി മതഭേദമന്യേ തെരഞ്ഞെടുത്ത് അവിടെ തന്ത്രിയാക്കി വയ്ക്കുമായിരുന്നു. മറിച്ച് അദ്ദേഹം തനിയൊരു ഉഡായിപ്പ് നടപടിയാണ് സ്വീകരിച്ചത്. ഉഡായിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തന്ത്രി പദവി താഴവൺ മഠത്തിന് അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് ആ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരാൾ വരണം. അത് സ്വർണ്ണക്കൊള്ളയിൽപ്പെട്ട പ്രതിയുടെ മകനായാലും കുഴപ്പമില്ല, വരണം. പക്ഷേ എനിക്കതിനകത്ത് പങ്കുപാടില്ല. അവിടെയാണ് ഏറ്റവും വലിയ ഒരു കാപട്യം നമ്മൾ കാണേണ്ടത്. താനായിട്ട് നിയമിക്കുന്നില്ല. ദേവസ്വം ബോർഡ് അദ്ദേഹത്തിൻ്റെ അപേക്ഷ പരിഗണിച്ചു, പക്ഷെ താനായിട്ടൊന്നും തീരുമാനിക്കുന്നില്ല. താൻ ഇതിനകത്ത് ഭാഗവാക്കയാവുന്നില്ല. പക്ഷേ പ്രസിഡന്റ് എന്ന നിലയിൽ തീരുമാനിക്കണം. അത് കോടതി തീരുമാനിക്കട്ടെ. കോടതി തീരുമാനിക്കണമെങ്കിൽ എന്ത് വേണം? അത് ദേവസ്വം ബോർഡിൻ്റെ ഒരു തീരുമാനം വേണം. അപ്പം തനിക്കതിനകത്ത് പങ്കുവരരുത്. അവിടെയാണ് ഭീതി ആ മനുഷ്യനെ അലട്ടുന്നത്. അതുകൊണ്ട് അദ്ദേഹം ചെയ്ത ഒരു കള്ളത്തരം എന്ന് പറയുന്നത്, ഒരു തന്ത്രിമാരടങ്ങുന്ന 3 പേരടങ്ങുന്ന ഒരു സമിതിയെ രൂപീകരിച്ചു. അതിൽ അക്കീരമൺ ഭട്ടതിരിപ്പാടിനെ തന്ത്രി മുഖ്യനായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ അധ്യക്ഷനായിട്ട് നിയമിക്കുകയും ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കുക. BDJS എന്ന് പറയുന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി 2016 തിരുവല്ല നിയോജക മണ്ഡലത്തിൽ നിന്നും
വെള്ളാപ്പള്ളി നടേശൻ്റെ നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കീഴിൽ പ്രവർത്തിച്ചുകൊണ്ട് മത്സരിച്ച ഒരു വ്യക്തിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു തന്ത്രിക്ക് ആ രീതിയിൽ എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും? അങ്ങനെ നിൽക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു തന്ത്രിയാണ് അക്കീരമൺ ഭട്ടതിരിപ്പാട്. അദ്ദേഹം ഈ തന്ത്രി സമാജത്തിൻ്റെയൊക്കെ പ്രസിഡന്റും ഭാരവാഹിയൊക്കെയാണ്. അദ്ദേഹത്തിൽ നിന്ന് ഈ തന്ത്രം അറിയാവുന്ന ഒരു വ്യക്തിയുടെ ഏതെങ്കിലും ഒരു വാചകമോ വാക്കോ, വളരെ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണ്, എന്തെങ്കിലും മലയാളിക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എന്താണ് തന്ത്രം? ദാറ്റ് ബൈ വിച്ച് നോളജ് ഈസ് എക്സ്പാൻഡഡ്. അതായത് എന്താണോ ഈ ദർശനത്തിൻ്റെ ആത്മാവായിട്ട് അവിടെ കുടികൊള്ളുന്നത്, അതിനെ വികസിപ്പിച്ച് വ്യാഖ്യാനിച്ച് ഓരോ സമൂഹത്തിനും ഓരോ കാലത്തിനനുസരിച്ച്, ആ കാലത്തിനനുസരിച്ച് ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവരെ ആ സത്യത്തിലേക്ക് അടുപ്പിക്കുന്നതിന് യോജ്യമായ രീതിയിൽ അത് വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന വ്യക്തിയാണ് തന്ത്രി. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും യോഗ്യനായ തന്ത്രി നിയോഗിക്കപ്പെടാൻ നിയോഗിക്കപ്പെടേണ്ട സ്ഥലമാണ് ശബരിമല. അവിടെയാണ് ശ്രീ ജയകുമാർ ഈ അക്കീരമൺ ഭട്ടതിരിപ്പാടിൻ്റെ അധ്യക്ഷതയിലുള്ള ഒരു തന്ത്രി സമാജത്തെ രൂപീകരിച്ചിട്ട്, തീർച്ചയായിട്ടും ജയകുമാർ ഇത് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ബ്രഹ്മദത്തിനെ നിയമിക്കാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാടാണെന്ന്. നമ്മളെയൊക്കെ കബളിപ്പിക്കുന്നു, ഒരു കാപട്യം കാണിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ശബരിമലയ്ക്ക് ചേർന്നതാണോ ഈ കാപട്യം ചേർന്ന പ്രവൃത്തികൾ? അദ്ദേഹം അത് സ്വയം ആലോചിക്കേണ്ടതായിരുന്നു. ഇത് നമ്മളുടെ രാജ്യത്തോട് ചെയ്യുന്ന അനീതിയാണ്. രാജ്യം ജീർണതയും എല്ലാ രംഗങ്ങളിലും ജീർണതയെ നേടുന്ന ഒരു സാഹചര്യമാണ്. സാംസ്കാരികമായിട്ടും സാമൂഹികമായിട്ടും രാഷ്ട്രീയമായിട്ടും. അപ്പം അത്തരത്തിൽ ആ ജീർണതയൊക്കെ ഒരുപക്ഷെ സാംസ്കാരികമായി നേരിടുന്നതിന് പറ്റിയ ഒരു സന്ദർഭം കൂടിയായിരുന്നു ഈ വിദ്യാസമ്പന്നനും പരിചയസമ്പന്നനും സംസ്കാര സമ്പന്നെന്ന് സമൂഹം കരുതുകയും ഒക്കെ ചെയ്യുന്ന ഈ ജയകുമാറിന് കിട്ടിയ അവസരം. പക്ഷേ അത് അദ്ദേഹം കളഞ്ഞു കുളിച്ചു. ഇനി ബ്രഹ്മദത്തൻ ഒരുപക്ഷെ യോഗ്യനാണോ എന്നൊരു പക്ഷെ സംശയം പലർക്കും ഉണ്ടായേക്കാം. അദ്ദേഹം യോഗ്യനല്ല. കാരണം അദ്ദേഹത്തിന് തന്ത്രവിദ്യ അല്പമെങ്കിലും അറിയാമായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ അച്ഛനെ തിരുത്തുമായിരുന്നു. അദ്ദേഹവും കൂടി താമസിച്ച വീട്ടിലാണ് ശബരിമലയിൽ നിന്ന് ഒഴിവാക്കിയ, കൊടിമരത്തിൽ നിന്ന് മാറ്റിയ വാജി ശില്പം അവിടെ നിന്ന് ED കണ്ടെടുത്തത്. ആ വാജി ശില്പം അത് കൊടിമരത്തിൽ നിന്ന് ഇറക്കിക്കഴിഞ്ഞാൽ തന്ത്രവിദ്യ പ്രമാണിച്ച്, അല്ലെങ്കിൽ തന്ത്രവിദ്യ അനുസരിച്ച് ആ വാജി ശില്പം തടി കൊണ്ടുള്ളതാണെങ്കിൽ കത്തിച്ച് കളയണം, അതല്ല എങ്കിൽ ലോഹം കൊണ്ടുള്ളതാണെങ്കിൽ ജനസമക്ഷം അത് ഉരുക്കണം. എന്തിനാണ് അങ്ങനെ ഒരുക്കുന്നതല്ലേ? അതിനും ശബരിമല എന്തിനെയാണോ പ്രതിനിധീകരിക്കുന്നത് ആ ശാസ്ത്രത്തിൻ്റെ വെളിച്ചമാണ് പകരുന്നത്. അതായത് ഭൗതികമായതൊന്നും തന്നെ ഈ പ്രപഞ്ചത്തിൽ ശാശ്വതമല്ല. നത്തിങ് ഈസ് പെർമനന്റ് ഇൻ ദിസ് വേൾഡ് എന്നുള്ളതാണ് അതിലൂടെ നൽകുന്ന ആ സൂചന. ഇന്ന് നാം ആലോചിക്കണം, നമ്മളിന്ന് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് യുഗത്തിലാണ് എത്തി നിൽക്കുന്നത്. ക്വാണ്ടം സയൻസ് അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് ആ ക്വാണ്ടം തിങ്കിങ്ങിൻ്റെ സമയമാണെന്ന് ഭൗതിക ശാസ്ത്രജ്ഞർ പോലും പറയുന്നു. അപ്പോൾ ആ ഭൗതിക ശാസ്ത്രം എത്തിയതിൻ്റെ ഒരു പടി മുകളിൽ നിൽക്കുന്ന ഒരു ദർശനമാണ് ഭാരതീയ ദർശനം. അതാണ് ശബരിമലയിലൂടെ പ്രകടമാക്കുന്നത്. അതുകൊണ്ടാണ് ആ ശബരിമല 18 പടി കയറി വരുമ്പോൾ അവിടെ എഴുതി വച്ചിരിക്കുന്നത് തത്വമസി. ആ തത്വമസി ഛാന്തോക്യോപനിഷത്തിലെ അച്ഛൻ മകന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പാഠത്തിൽ നിന്നുള്ള സംഗതിയാണ്. യാതൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നൊന്നും പഠിക്കേണ്ടതില്ല എന്നുള്ളത് മകനെ നീ പഠിച്ചോ എന്ന് ഈ പറഞ്ഞതുപോലെ 12 വർഷത്തെ അധ്യയനം കഴിഞ്ഞു വരുന്ന ശ്വേതകേതുവിനോട് അച്ഛൻ യാതൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നൊന്നും പഠിക്കേണ്ടതില്ലയോ എന്നുള്ളത് അച്ഛനായ ഉദ്ദാലകൻ 12 വർഷത്തെ പഠനം കഴിഞ്ഞു വരുന്ന മകൻ ശ്വേതകേതുവിനോട് ചോദിക്കുന്നുണ്ട്. ആദ്യം ശ്വേതകേതു പറയുന്നു, ഞാൻ എല്ലാം പഠിച്ചു കഴിഞ്ഞു അച്ഛാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴാണ് അദ്ദേഹം ഈ ചോദ്യം ചോദിക്കുന്നത്. പിന്നീട് അച്ഛനോട് മകൻ ആവശ്യപ്പെടുകയാണ്, അതെനിക്ക് പറഞ്ഞു തരണമെന്ന്. അവിടെയാണ് ഈ അധ്യാപനത്തിൻ്റെ ഒരു ഭംഗി നമ്മളതിനകത്ത് കാണാൻ കഴിയും. മകനും അച്ഛനുമാണെങ്കിൽ പോലും എങ്ങനെയാണ് അധ്യാപകനും വിദ്യാർത്ഥിയും പെരുമാറേണ്ടത്, അച്ഛനും മകനും പെരുമാറേണ്ടതെന്നും നമുക്കതിനകത്ത് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ അവസാനം ഓരോന്ന് ഉദാഹരണങ്ങളിലൂടെ പറഞ്ഞ് ശ്വേതകേതുവിനോട് ഉദ്ദാലകൻ പറയുകയാണ്,
യേഷാം അണിമൈതാത്മ്യമിതം സർവം തത് സത്യം സ ആത്മാ തത്വമസി ശ്വേതകേതു. ആ തത്വമസിയാണ് ശബരിമലയിൽ നമ്മൾ 18-ാം പടി കയറി ചെല്ലുമ്പോൾ എഴുതി വച്ചിരിക്കുന്നത്. അതായത് സത്യമാണ്. ഈ സത്യത്തെ അറിഞ്ഞുകൊണ്ടാണ് സത്യം ശിവം സുന്ദരം എന്ന് പറയുന്നത്. ഇതാണ് ഈ രാജ്യത്തിൻ്റെ സംസ്കാരം. ആ സംസ്കാരത്തെ ജയകുമാറിന് അറിയാതെ പോയി എന്നുള്ളിടത്താണ് രാജ്യത്തിൻ്റെ സംസ്കാരവും വിദ്യാഭ്യാസവും അനുഭവവും ഒക്കെ തമ്മിലുള്ള അകലത്തെയും സൂചിപ്പിക്കുന്നത്. ഇവിടെയാണ് സാംസ്കാരികമായ ജീർണത സംഭവിക്കുന്നത്. ഒരു സമൂഹം സാംസ്കാരികമായി ജീർണിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാ മേഖലകളിലും ആ ജീർണത പ്രതിഫലിക്കും. എന്തുകൊണ്ട് ഇന്ത്യ ഇന്ന് പല ജീർണതകളെയും നേരിടുന്നു എന്നുള്ളതിൻ്റെ ഉത്തരവും ശബരിമലയാണ്. ആ ഉത്തരവാദിത്വത്തിൽ മലയാളിക്കും ഒരു പങ്കുണ്ട്.